ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 45 ദിവസത്തിലധികമായിട്ട് UDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ആ സർക്കാർ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ LDF ആണ് ഈ കരാറിന് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് ആണ് രോഹിത്തിൻ്റെ വാദമെങ്കിൽ ശരി, അത് റദ്ദാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് സെബിക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എൻ്റെ രോഹിത്ത് മറുപടി പറയാത്തത്? അപ്പോൾ വളരെ അപഹാസ്യമായിട്ടുള്ളൊരു വാദമല്ലേ അങ്ങ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 2015 ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കരാറ് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വരുന്നത്. തുടർന്ന് വന്നിട്ടുള്ള LDF ഗവൺമെൻറ് അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് പണം കൈമാറി നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് ആദ്യഘട്ടം ഉദ്ഘാടനം അടക്കം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇന്ന് വിഴിഞ്ഞത്തെ സംബന്ധിച്ചൊരു വലിയ സാധ്യത ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ശ്രീ VD സതീശൻ ഗവൺമെൻറ് അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ VD സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ അദാനി കമ്പനി മാംഗ്ലൂരിലേക്ക് പോയി അദാനി കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയത് എന്തിനാണ്? അങ്ങ് വിശദീകരിച്ചാൽ മതി. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ അവിടെ പോയത് എന്തോ പേഴ്സണൽ കാര്യത്തിനാണ്, പോയ വഴിയിൽ അദാനി കമ്പനിയുടെ മാനേജരെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു, ഒന്ന് ചായ കുടിച്ച് പിരിഞ്ഞു എന്ന് പറയുന്ന ഏറ്റവും വലിയ തമാശയല്ലേ നമ്മൾ കേട്ടത്. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശ്രീ VD സതീശൻ വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു 102 സീറ്റ് ഞങ്ങൾ ജയിക്കുമെന്ന് അദ്ദേഹമല്ലേ പറഞ്ഞത്. 12 മന്ത്രിമാർ തോക്കുമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ശ്രീ രത്തൻ യു ഖേൽക്കറെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി നിയമിക്കുന്നു. അദ്ദേഹത്തിനെ തന്നെ തുറമുഖത്തിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ശ്രീമതി ദിവ്യ S അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ജെറോമിക് ജോർജിനെ കൊണ്ടുവരുന്നു. വകുപ്പ് വിഭജനം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കം പറയുകയാണ് തുറമുഖ വകുപ്പും നിയമവകുപ്പും ഒക്കെ മറ്റു മന്ത്രിമാർക്ക് നൽകണമെന്ന്. അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വിവേചനാധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തുറമുഖ വകുപ്പിൻ്റെ ചുമതലയേൽക്കുന്നു, നിയമവകുപ്പിൻ്റെ ചുമതലയേൽക്കുന്നു, പൊതുഭരണ വകുപ്പിൻ്റെ ചുമതലയേൽക്കുന്നു. ഇങ്ങനെ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതലക്കാരൻ എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി വരികയാണ്. ഇതിനെല്ലാം ചേർത്ത് വെച്ചിട്ടല്ലേ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള BD ഡീൽ ഉണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. അദാനിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡീല് ശ്രീ VD സതീശൻ കേരളത്തെ വിൽക്കുന്നതിന് വേണ്ടി ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തുനിയുകയാണ്. അതിനെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദ്യം ചെയ്തത്. നിയമസഭയിൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? നിക്ഷേപമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അത് ആ വാദഗതി കേൾക്കാൻ വേണ്ടി തയ്യാറായി. പിറ്റേന്ന് പത്രങ്ങളിൽ വാർത്തകൾ വരികയാണ്, ദേശാഭിമാനി ഉൾപ്പെടെ വാർത്ത കൊടുക്കുകയാണ്. നിക്ഷേപം എന്ന നിലയിൽ ദേശാഭിമാനി അടക്കം വാർത്ത നൽകുകയാണ്, മനോരമ, മാതൃഭൂമി ഇത്യാദി പത്രങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അപ്പം നിക്ഷേപം എന്ന നിലയിൽ അവരുടെ PR ടീം വാർത്ത കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും വിഴിഞ്ഞം കോൺക്ലേവ് ഉൾപ്പെടെ കഴിഞ്ഞ LDF ഗവൺമെൻറ് നടത്തിയതാണ്. അപ്പോൾ വിഴിഞ്ഞത്തേക്ക് വിദേശ കമ്പനികളുടെ അടക്കം MSC ഉൾപ്പെടെ വരട്ടെ, നിക്ഷേപമായി വിവിധ പദ്ധതികളിൽ അവരുടെ കാര്യങ്ങൾ വരണം, പദ്ധതികൾ വരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് VD ഡീലിൻ്റെ ഭാഗമായിട്ട് അദാനി കമ്പനിയുടെ കൈവശമുള്ള ഓഹരികളിൽ നിന്നും 49% ഓഹരികൾ ഇന്നിപ്പോൾ MSC കമ്പനി വാങ്ങുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സെബി അനുവാദമടക്കം വാങ്ങുകയാണ്. നമ്മുടെ 2015 ഒപ്പുവെച്ചിട്ടുള്ള കരാർ പ്രകാരം കൃത്യമായി 25% ഓഹരിക്ക് മുകളിൽ വേറെ ഏതെങ്കിലും കമ്പനിക്ക് കൈമാറണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉടമസ്ഥനായിട്ടുള്ള ഒന്നാം കക്ഷിയായിട്ടുള്ള കേരള ഗവൺമെൻറ് അറിയിക്കണം. അങ്ങനെ മുൻകൂർ അനുവാദം വാങ്ങി മാത്രമേ ഓഹരികൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കേരള ഗവൺമെൻറ് അറിയാതെ നടത്തിയ ഒരു കച്ചവടം സാധുവല്ല എന്ന് പറയാൻ ശ്രീ രോഹിതിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ള ഏറ്റവും കതലായിട്ടുള്ള ചോദ്യമുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങൾ വ്യക്തത വരുത്തിയാൽ മതി. അങ്ങ് പറഞ്ഞതുപോലെ ഇത് LDF സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ഞങ്ങൾ തിരസ്കരിക്കുന്നു, ഈ ഒരു കൈമാറ്റം സാധുവല്ല, ഇത് അസാധുവായിട്ടൊരു കാര്യമാണ്, ഞങ്ങളിതിനെ എതിർക്കുന്നു എന്ന് പറയാൻ ശ്രീ VD സതീശനും UDFനും ചങ്കൂറ്റമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹം എന്തിനാണ് ഇലക്ഷന് മുമ്പ് തന്നെ അദാനി കമ്പനിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാറ്റങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത്? ഇതിന് മറുപടി പറയാൻ വേണ്ടി UDF തയ്യാറാകുമോ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, പ്രതിപക്ഷം എന്ന നിലയിൽ ഈ കേരളത്തിൻ്റെ സമ്പത്താണ് വിഴിഞ്ഞം തുറമുഖം. 2028 ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന വലിയ വിപുലമായിട്ടുള്ള വികസന സാധ്യത കേരളത്തിൽ വരികയാണ്. ആ വികസന സാധ്യതയെ ഇല്ലാതാക്കാനാണോ
കേരളത്തെ ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ വിൽറ്റുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനാണോ ശ്രീ വി ഡി സതീശൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി അങ്ങ് മറുപടി പറയണം. ഞങ്ങളൊരു കാര്യം കൃത്യമായിട്ട് പറയാം, അങ്ങനെ വിൽക്കുന്ന ഒരു ഡീലിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും എന്നുകൂടി ഞാൻ അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. ശരി